നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് ബഡ്സ് സ്കൂളിന്റെ സമർപ്പണം ജൂലൈ 9 ബുധനാഴ്ച രാവിലെ 11 മണിക്ക് നടക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മൂന്നിയൂർ നടുവിലപ്പാറയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വള്ളിക്കുന്ന് MLA അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കൊത്തൊരു വിദ്യാഭ്യാസം നൽകുന്നതിന് അവസരം ഒരുങ്ങുകയാണ്. 36 ലക്ഷം രൂപ ചെലവിൽ മൂന്നിയൂർ ഗ്രാമപഞ്ചായത്തും മലപ്പുറം ജില്ലാ പഞ്ചായത്തും സംയുക്തമായാണ് സ്കൂളിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 2525 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിടമാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്നും ഇതിനോടനുബന്ധിച്ച് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററും ആരംഭിക്കുന്നതിന് ഭരണസമിതി ഫണ്ട് വെച്ചിട്ടുണ്ടെന്നും മൂന്നിയൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ വലിയൊരു കാൽവെപ്പായിട്ടാണ് ബഡ്സ് സ്കൂൾ യാഥാർത്ഥ്യമാകുന്നതെന്നും ഭരണസമിതി പറഞ്ഞു. ബഡ്സ് സ്കൂൾ യാഥാർത്ഥ്യമാകുന്നതോടെ പഞ്ചായത്തിലെ നിരവധി ഭിന്നശേഷിക്കാരായ മക്കൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും തെല്ലൊരു ആശ്വാസമായിരിക്കുമെന്നും അവർ പറഞ്ഞു. മൂന്നിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഡ്സ് സ്കൂള് ഈ വരുന്ന 9-ാം തീയതി ബുധനാഴ്ച 11 മണിക്ക് ജനങ്ങൾക്കായി സമർപ്പിക്കപ്പെടുകയാണ്. പഞ്ചായത്തിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വലിയൊരു ആശ്രയമായിട്ടാണ് ഞങ്ങൾ ഈ പദ്ധതിയെ സമർപ്പിക്കപ്പെടുന്നത്. ബഹുമാനപ്പെട്ട വള്ളിക്കുന്ന് MLA ആണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഇതിനെപ്പറ്റി മറ്റ് വിശദമായ കാര്യങ്ങൾ പ്രസിഡന്റ് പറയും. മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് 21-ാം വാർഡിലെ നടുവിലപ്പാറ എന്ന സ്ഥലത്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള ഭിന്നശേഷി കുട്ടികൾക്ക് ബഡ്സ് സ്കൂളായിട്ട് തുടർന്ന് പ്രവർത്തിക്കാൻ ഈ 9-ാം തീയതി ബുധനാഴ്ച വള്ളിക്കുന്ന് നിയോജക മണ്ഡലം MLA ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 2525 സ്ക്വയർ ഫീറ്റിലാണ് ഈ ബിൽഡിംഗ് ആരംഭിച്ചിട്ടുള്ളത്. 36 ലക്ഷം രൂപയാണ് ഇതിന് ചെലവഴിച്ചിട്ടുള്ളത്. 10 ലക്ഷം ജില്ലാ പഞ്ചായത്തിൽ നിന്നും 26 ലക്ഷം ഗ്രാമപഞ്ചായത്തിൽ നിന്നും കൂടെയാണ് ചെലവഴിച്ചിട്ടുള്ളത്. നമ്മുടെ ഭിന്നശേഷി മക്കൾക്കുള്ള അവർക്ക് അഭിരുചിക്കത്ത് ഉള്ള ഒരു സ്കൂൾ തുടങ്ങുക എന്ന് ഏറെ സ്വപ്നമായിരുന്നു. അതേതായാലും ഈ 9-ാം തീയതി നമ്മൾ സമർപ്പിക്കുകയാണ്. തുടർന്ന് റീഹാബിലിറ്റേഷൻ സെൻറ്റർ നിർമ്മിക്കാനും ഞങ്ങൾ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കായിട്ട് അതും പെട്ടെന്ന് തന്നെ പണി കഴിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ഭരണസമിതിയുടെ ആഗ്രഹം. ഉദ്ഘാടന ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സൺ സെറീന ഹസീബ്, പഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സൺ CP സുബൈദ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുനീർ മാസ്റ്റർ, തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാർ മുഹമ്മദ്, ബ്ലോക്ക് മെമ്പർ ജാഫർ സാദിഖ്, വീക്ഷണ മുഹമ്മദ്, CT അയ്യപ്പൻ, മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കുട്ടശ്ശേരി ഷെരീഫ, DMC മലപ്പുറം സുരേഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നാസില, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഹനീഫ മൂന്നിയൂർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കുമെന്നും പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് NM സുഹ്റാബി, വൈസ് പ്രസിഡന്റ് ഹനീഫ അച്ചാട്ടിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാസ്മിൻ മുനീർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CP സുബൈദ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ. 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ.